ഹായ് ഓൾ. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ശക്തിയും ഉൾക്കൊള്ളുന്നത് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നതോ നമ്മളത് സ്വയം ആയിത്തീരുന്നു. നമ്മൾ വേണ്ടാത്തതാണ് നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങി 24 ഹവർ വരെ നമ്മൾ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നത്, അതെല്ലാം നമുക്ക് വേണ്ടതാണോ വേണ്ടതല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ കൊണ്ട് നടക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്നത് നടക്കുമോ ഇല്ലയോ, കഴിഞ്ഞു പോയത് എനിക്ക് അങ്ങനെ ചെയ്തെങ്കിൽ അത് ശരിയാക്കാമായിരുന്നു, ഇങ്ങനെ ചെയ്തെങ്കിൽ അത് നന്നാകുമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. രാവിലെ നമുക്ക് വേണ്ട തോട്ട്സ്, ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന കാര്യം എല്ലാവരും മറന്നു പോകുന്ന ഒരു സത്യമാണ്. അതുപോലെ തന്നെയാണ് സമ്പത്തിൻ്റെയും കാര്യം. സമ്പന്നരാകുക എന്നത് നിങ്ങളുടെ ഒരു അവകാശമാണെന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നു. സമ്പന്നതയുടെയും അടിത്തട്ടിൽ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുവാനാണ് നാം ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതെന്നുള്ളതും നമുക്ക് മറന്ന കാര്യമാണ്. ആത്മീയമായും മാനസികമായും സാമ്പത്തികമായും വളരുവാനും വികസിക്കുവാനുമാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ചുറ്റും സമ്പന്നതയും സൗന്ദര്യവും നിറയേണ്ടതുണ്ട്. പണം ഒരു കൈമാറ്റത്തിൻ്റെ പ്രതീകമാണ്. ആവശ്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അത്. സൗന്ദര്യം, സമൃദ്ധി, ഉത്കൃഷ്ടത എന്നിങ്ങനെ എല്ലാറ്റിൻ്റെയും ലക്ഷണമാണ് സമ്പത്ത്. സമ്പത്തിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടായേക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മളുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയും നമ്മളിലേക്ക് പണം അട്രാക്റ്റ് ചെയ്ത് വരാത്ത സിറ്റുവേഷനും നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ചിലർ എത്ര കഷ്ടപ്പെട്ടാലും അവരുടെ മാസവരുമാനം അവർക്കൊന്നിനും തികയാതെ വരുന്നു. എത്ര കണ്ട് കഷ്ടപ്പെട്ടാൽ അവർ ബില്ലുകൾ അടയ്ക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും എന്ത് ബില്ല് അടയ്ക്കുമ്പോഴും സങ്കടത്തോടെ അത് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിലേക്ക് ആ പണം വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പണം ഒരു ഊർജ്ജമാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. കാരണം ദാരിദ്ര്യം ഒരു മാനസിക രോഗമാണ്. ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ വലിയ നന്മയും സദ്ഗുണവും ഒന്നുമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. മറ്റേതൊരു മനോരോഗവും പോലെ തന്നെയാണ് ദാരിദ്ര്യവും. നിങ്ങൾ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചറിയുകയും വേണ്ട സഹായിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നില്ലെങ്കിൽ കാര്യമായ എന്തോ കുഴപ്പം നമുക്കുണ്ടെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം വളർച്ചയുടെയും വികാസത്തിൻ്റെയും ജീവിതം സമൃദ്ധമാക്കേണ്ടതാണ്. നാം ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നിരിക്കുന്നത് സന്തോഷത്തോടെയുള്ള ജീവിതം ജീവിക്കുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന് വേണ്ടിയും ആണ്. അല്ലാതെ നമ്മൾ സ്ഥിരമായി ഒരു നോർമലി ലൈഫ് പരാതിയും പരിവട്ടവും കഷ്ടപ്പാടും നിറഞ്ഞൊരു ലൈഫ് ജീവിക്കാനല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച് നമ്മൾ സ്വയം ബോധത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫ് നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം വളർച്ചയുടെയും വികാസത്തിൻ്റെതുമാണ്. ജീവിതം സമൃദ്ധമാക്കേണ്ടതാണ്. കുഞ്ഞു വീട്ടിൽ മോശം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിശന്ന് ജീവിക്കാനാണോ നമ്മളിവിടേക്ക് വന്നിരിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമ്പന്നതയും വിജയങ്ങളും ആവശ്യമില്ലേ? എന്തുകൊണ്ടാണ് പണത്തെ ഒരിക്കലും വിമർശിക്കരുതെന്ന് എന്ന് പറയുന്നത്? പണത്തെ സംബന്ധിച്ച എല്ലാത്തരം അന്ധവിശ്വാസങ്ങളും വിചിത്ര വിശ്വാസങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമേ നമ്മൾ നീക്കം ചെയ്യണം. പണത്തെ ഒരിക്കലും മോശമായും തിന്മയായും കരുതരുത്. അങ്ങനെ നിങ്ങൾ കരുതുകയാണെങ്കിൽ പണം നിങ്ങളുടെ പക്കലിൽ നിന്നും എന്നേക്കുമായി അകന്നു പോകും. നിങ്ങൾ ശപിക്കുന്ന സാധനമെന്തോ അത് നിങ്ങളെ വിട്ട് പോകുമെന്നുറപ്പാണ്. നിങ്ങൾ വിമർശിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ ഒരിക്കലും കഴിയില്ല. പണത്തെ സംബന്ധിച്ച് ശരിയായ മനോഭാവത്തിൽ എത്തിച്ചേരേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ പണം ഇരട്ടിപ്പിക്കാൻ എളുപ്പവഴി ഈ ഒരു കാര്യമാണ്. ഇനി പറയുന്ന വാചകങ്ങൾ കഴിയാവുന്നത്ര തവണ വിശ്വാസപൂർവ്വം ആവർത്തിച്ച് നിങ്ങൾ പറയുക. അതായത്, എനിക്ക് പണം വേണം, പണം എനിക്ക് ഇഷ്ടമാണ്, എൻ്റെ പണം ഞാൻ സമർത്ഥമായും ക്രിയാത്മകമായും ഉപയോഗിക്കും, പണം എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്,
വളരെ സന്തോഷത്തോടെ ഞാനത് ചിലവാക്കുകയും അത് നിരവധി മടങ്ങുകളായി എന്നിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുന്നു. സമ്പത്തിൻ്റെ കുന്നുകളായ പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. ഈ പണം ഞാൻ നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കും. ഞാൻ എൻ്റെ സമ്പന്നതയിലും അത് തരുന്ന സമാധാനത്തിലും സന്തോഷത്തിലും വളരെ തൃപ്തനാണ്. ഈ അഫർമേഷൻസ് നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞു നോക്കുക. അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി നോക്കുക. കാരണം ഉപബോധ മനസ്സിൻ്റെ അനന്തമായ സ്രോതസ്സുകളുടെ ഉറവിടമാണ് നമ്മുടെ ലൈഫ്. സമ്പന്നതയും സന്തോഷവും എൻ്റെ അവകാശമാണെന്ന് നമ്മൾ തീർത്തു പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളിലേക്ക് അത് അടുപ്പിച്ച് തന്നിരിക്കും. എൻ്റെ മൂല്യത്തെക്കുറിച്ച് എനിക്ക് എപ്പോഴും ബോധ്യമുണ്ട്. എൻ്റെ കഴിവുകൾ ഞാൻ ലോകത്തിന് സൗജന്യമായി നൽകുന്നു. ഞാൻ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അത് മനോഹരമായൊരു അനുഭവമായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ശരിക്കും നമ്മളെന്ത് ചിന്തിക്കുന്നുവോ, നമ്മളെന്ത് പറയുന്നുവോ, നമ്മളെന്ത് സ്ഥിരം കാണുന്നുവോ അത് തന്നെയാണ് നമ്മളുടെ ലൈഫ്. പണത്തെക്കുറിച്ച് നമ്മൾ ഒന്നിനും തികയുന്നില്ല, അത് കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ പണം എന്നിലേക്ക് വരില്ല, എൻ്റെ പോക്കറ്റിലിരിക്കില്ല, എൻ്റെ പേഴ്സിൽ പണം ഇരിക്കില്ല, എൻ്റെ കയ്യിൽ വരുന്നതേ അറിയോ, അപ്പോൾ ചിലവാകുന്നത് അറിയില്ല, അങ്ങനെയുള്ള നെഗറ്റീവ്സ് വേർഡ്സ് ഒരുപാട് നമ്മൾ നിരന്തരം പ്രയോഗിക്കുന്ന വേർഡ്സുകളാണ്. അതൊക്കെ മാറ്റി മറിച്ച് നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ നമ്മുടെ ലൈഫ് മാറി മറിയുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നേർന്നുകൊണ്ട്